ചാനലിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്ന ഒരു പാവയ്ക്ക ഫ്രൈ ആണ്. അത് പാവയ്ക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളാരും മിക്കവാറും കയ്പുള്ളതുകൊണ്ട് കഴിക്കാതില്ല. ഇത് കയ്പില്ലാത്ത രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന പാവയ്ക്ക എത്ര കാലം വേണേലും നമുക്ക് കാത്തു സൂക്ഷിച്ച് വെക്കാൻ പറ്റും. യാതൊരുവിധ ഫംഗസും ഇല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഞാൻ പാവയ്ക്ക കിട്ടുകഴിഞ്ഞാൽ ആദ്യം നമ്മൾ ശുദ്ധമായ വെള്ളത്തിൽ 2-3 പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് കഴുകും. വാഷ് ചെയ്തതിന് ശേഷം 1 സ്പൂൺ വിനേഗർ, പിന്നെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കല്ലുപ്പ്, ഇതിലേതെങ്കിലും ഒന്നെടുക്കുക. അത് നമ്മുടെ ആവശ്യത്തിന് 1 സ്പൂൺ വിനേഗർ മാത്രമാണെങ്കിൽ അത് മാത്രം മതി. അതിനൊപ്പം 1 സ്പൂൺ വെള്ളവും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ബ്രഷ് വെച്ച് അത് നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ പാവയ്ക്കാണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി, തേച്ചാൽ മതി. ബ്രഷ് കൊണ്ട് ഇങ്ങനെ തേച്ചാൽ മതി. മറ്റേ നമ്മൾ വെള്ളത്തിനകത്താകുമ്പോൾ അത്രയും നമ്മൾ വിനേഗറും വേണം, അത്രയും വെള്ളവും വേണം. ഇതാകുമ്പോൾ ഒരു ശകലം മതിയല്ലോ. അങ്ങനെ തേച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ലപോലെ ശുദ്ധമായ വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളം തോർന്നതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. അങ്ങനെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞെങ്കിൽ എല്ലാവരും ഈ പാവയ്ക്ക ഫ്രൈ കഴിക്കും. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനാണ്. ശരി, അപ്പം നമുക്ക് കണ്ടു നോക്കാം. വരും. അങ്ങനെ നമ്മുടെ പാവയ്ക്ക വട്ടത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇനി മഞ്ഞൾപ്പൊടി ഇടുകയാണ്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട്. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഒരു 5 മിനിറ്റ് നേരം മിക്സ് ചെയ്തിങ്ങനെ വെച്ചേക്കുക. അതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് പാവയ്ക്ക ഇടുകയാണ്. ഇതിനകത്ത് കിടന്നൊന്ന് മറ്റു മെറൂൺ കളറായി വരട്ടെ. അപ്പോഴത്തേക്ക് തിരിച്ചു വരാം. അങ്ങനെ നമ്മുടെ പാവയ്ക്ക വറ്റലെല്ലാം വറയായി വരുന്നുണ്ടോ? അല്പവും കൂടെ മൂക്കാനുണ്ട്. ഈ പരുവത്തിന് കുറച്ചുകൂടതായിട്ട് കോരി വെക്കട്ടെ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കുരുവൊന്നും ഞാൻ കളഞ്ഞിട്ടേ ഇല്ല. കുരുവൊക്കെ ഇതാ കിടക്കുന്നതുണ്ടോ? കുരുവെല്ലാം കൂടെ ആണ്, ഒന്നുമേ കളഞ്ഞിട്ടില്ല. ഇതേപോലെ വറുത്ത് കോരി വെച്ചിട്ട് വരാം. ബാക്കിയും കൂടെ വറുത്ത് കോരട്ടെ. ഓക്കെ, അങ്ങനെ പാവയ്ക്കെല്ലാം വറുത്ത് കോരി വെച്ച് ഇനി അതിലേക്ക് ഞാൻ 1 സ്പൂൺ മുളക് പൊടി ഇട്ടു. തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തേ. അപ്പോൾ ഇതിലേക്ക് ഈ കോരി വച്ചിരിക്കുന്ന പാവയ്ക്ക ഇടുകയാണ്. ഇനി മുളക് പൊടി, അപ്പം ഉപ്പും മഞ്ഞളും കൂടെ നമ്മൾ പുരട്ടി വെച്ചിട്ടാണ് 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്ത് കോരി വെച്ചതിന് ശേഷം ആ വെളിച്ചെണ്ണയ്ക്കകത്ത്, അപ്പോൾ ഇതിന് മുങ്ങിക്കിടക്കാനുള്ള എണ്ണ മാത്രമേ നമ്മൾ ഒഴിക്കാവുള്ളൂ. അപ്പം വറുത്ത് കോരി അതിനകത്തൊരു ലേശം വെളിച്ചെണ്ണയുണ്ട്. അതിനകത്തേക്ക് മുളക് പൊടി ഇട്ട്, ലാസ്റ്റ് മുളക് പൊടി ഇട്ടിട്ട് പാവയ്ക്ക അതിനകത്തേക്കിട്ട് ചിക്കി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാവാൻ ഒരു 5 മിനിറ്റ് നേരം ഇരിക്കട്ടെ. ഇരുന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇനി നമ്മുടെ പാവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ നമുക്ക് പാവയ്ക്ക സീസണിലൊക്കെ ഒരുപാട് കിട്ടുമല്ലോ. ആ സമയങ്ങളിൽ പാവയ്ക്ക കിട്ടുമ്പോഴത്തേക്ക് നമ്മളത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ പാവയ്ക്ക ഇതിനിപ്പോൾ ഞാൻ ഉപ്പും 2 പാവയ്ക്കാണ് ഞാനിത് കട്ട് ചെയ്ത് റെഡിയാക്കി ഇത്രയും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ പാവയ്ക്ക നമ്മൾ കഴുകുന്നതെന്ന് പറഞ്ഞാൽ വെള്ളത്തിനകത്ത് ഞാൻ മുക്കിയൊന്നും വെച്ചിരുന്നില്ല. 1 സ്പൂൺ വിനേഗർ, ഇച്ചിരി മഞ്ഞൾപ്പൊടിയോ കല്ലുപ്പോ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുക്കും. ഞാനിപ്പം വിനേഗർ മാത്രമാണ് ഒരു തുള്ളി, 1 സ്പൂൺ വിനേഗറും 1 സ്പൂൺ പിന്നെ സാധാരണ വെള്ളവും കൂടി എടുത്തിട്ട് അത് ബ്രഷ് വെച്ച് ഞാൻ പാവയ്ക്ക ഫുള്ള് കവർ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് വിനേഗർ വേണം, ഇതെല്ലാം വേണ്ടേ. അപ്പം ഇതാകുമ്പോൾ നമുക്ക് ലാഭമാകും. ബ്രഷ് വെച്ച് ഇങ്ങനെ പിന്നെ തേച്ച് കഴിയുമ്പോഴത്തെ അതെല്ലായിടും കവർ ചെയ്യുകയും ചെയ്യും. 5 മിനിറ്റ് അങ്ങനെ ബ്രഷ് വെച്ച് പാവയ്ക്ക മൊത്തം ഇങ്ങനെ തേച്ച് വെച്ചതിന് ശേഷം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ കഴുകി ക്ലീനാക്കി എടുത്ത പാവയ്ക്കയാണ്.
അത് നമുക്കിത് പാവയ്ക്ക നിങ്ങൾക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് അതിനകത്ത് മുങ്ങിക്കിടക്കാനുള്ള വറുത്ത് കോരി വെച്ചതിന് ശേഷം എണ്ണ തണുത്ത് നമ്മൾ തിളച്ചിരിക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ഈ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകുക. അതുകൊണ്ട് വറുത്ത് കോരി വെച്ചതിന് ശേഷം എണ്ണ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് മുളക് പൊടി ഇട്ട് ഇത് ചിക്കി വാരി എടുത്തതിന് ഒരു ബോട്ടിനകത്ത് തണുത്തതിന് ശേഷം ബോട്ടി വെക്കുക. ബോട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ സീസണിലൊക്കെ നമുക്ക് ഒരുപാട് പാവയ്ക്ക കിട്ടുമല്ലോ. അപ്പം നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കുക. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാണ്. കാര്യം വെച്ചാൽ ഒരുപാട് നമ്മൾ മുളകൊന്നും ഇടുന്നില്ല. 1 സ്പൂണാണ് 2 പാവയ്ക്കൊക്കെ എടുത്തത്. അത് എരിവില്ലാത്ത മുളകുമാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവർ തന്നെ ഇത് വറ്റല് പോലെ എടുത്ത് കുറിച്ച് കഴിക്കും. ഞാനിവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഞാൻ അവർ കൊണ്ടുവന്നിരുന്നാൽ തന്നെ ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ അവർക്ക് കുട്ടികൾക്ക് കൊടുക്കും. ഉച്ചയ്ക്ക് അവർ ലഞ്ചിന് ഞാൻ ഇതുപോലെ വറുത്ത് കോരി വെച്ചിട്ട് പിള്ളേരത് ചുമ്മാ വറുത്തെടുത്ത് ഞാൻ കഴിക്കണം. എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അപ്പോൾ പാവയ്ക്ക കഴിക്കാത്തവർക്കും ഇത് വളരെയധികം ഇഷ്ടമായിരിക്കും. ഇങ്ങനെ ചെയ്തു കൊടുത്താൽ കയ്പില്ല, നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.